പൂജയെല്ലാം കഴിഞ്ഞില്ലേ? എന്നാ നമുക്ക് തിരിച്ചാലോ? ആ മരത്തിന് മുകളിലിരിക്കുന്ന പാമ്പിനെ കാണുമ്പോ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. പാമ്പിന്റെ വാസസ്ഥലത്ത് വന്നിട്ട് അതിനെ ഭയപ്പെട്ടാൽ? രുദ്രൻ എവിടെ? കാണുന്നില്ലല്ലോ. കഴിഞ്ഞ തവണ അടുത്തെത്തിയെങ്കിലും സ്ഥലം കണ്ടെത്താനായില്ല. എന്നാൽ ഇപ്പോ ഞാനത് കണ്ടെത്തി. ഇനി ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഈ ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന നാഗമാണിക്യം എനിക്ക് സ്വന്തം. അതെനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ ഗുഹ വിട്ട് പുറത്തു പോയാൽ ഞാൻ അകത്ത് ചെന്ന് നാഗമാണിക്യം സ്വന്തമാക്കും. ഇത്തവണ യാതൊരു ശക്തികളും എനിക്ക് തടസ്സം നിൽക്കാതെ അങ്ങെന്റെ കൂടെ ഉണ്ടാവണം സ്വാമി. നാഗരാജവേ, ദിവസത്തിലൊരിക്കൽ ശിവക്ഷേത്രത്തിൽ പോയി മഹാദേവനോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ മനസ്സിന് സമാധാനമില്ല. അതെ, ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുതാൽ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് ഉണ്ടാവുക. ആ മഹാദേവനാണ് നാഗമാണിക്യം സംരക്ഷിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നത്. ആ കാവലുള്ളത് കൊണ്ടാണ് നമ്മുടെ ഗുഹയ്ക്കുള്ളിൽ ഇതുവരെ ഒരു എതിരാളിക്കും പ്രവേശിക്കാൻ കഴിയാത്തത്, അല്ലേ? അതെ നാഗരാജാവേ. ആ പൂജയ്ക്ക് സമയമായി, പോകാമോ? വന്നോളൂ. സ്വാമി, സ്വാമി, എനിക്ക് ശക്തി തരൂ. എന്താ ഇത്? എന്താ ഇവിടെ സംഭവിക്കുന്നത് സ്വാമി? ജയ്
മഹാകാള! രുദ്രന്റെ വഴി തടയരുത്. അവന്റെ വഴി സുഗമമാക്കൂ. ജയ് മഹാകാള! ഹേയ് വിഷസർപ്പമേ, നീ കടിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ പേര് രുദ്രൻ, ഭൈരവസ്വാമിയുടെ ശിഷ്യനായ രുദ്രൻ. ശിവധ്യാനത്തിന് എന്തോ തടസ്സം വന്നിരിക്കുന്നു. ഭഗവാന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. എന്താ സംഭവിക്കുന്നേ? അനന്യ ഗുഹയിൽ ഒറ്റയ്ക്കാണല്ലോ ഉള്ളത്. ഒരുപക്ഷെ അവൾക്ക് അപകടം സംഭവിച്ചിരിക്കൂ. നാഗമാണിക്യം അവിടെയാണല്ലോ വെച്ചിട്ടുള്ളത്. അത് ആഗ്രഹിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടാകുമോ? എന്റെ ജീവിതാഭിലാഷമായിരുന്ന നാഗമാണിക്യം ഞാൻ ആഗ്രഹിച്ചത് നേടി. ഈ നാഗമാണിക്യം എനിക്ക് സ്വന്തം. ഇനി ഈ പ്രപഞ്ചം എന്റെ കാൽ കീഴിൽ. നീ നാഗമാണിക്യം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ലേ? ഇതെന്റേതാണ്. ഈ നാഗമാണിക്യം എനിക്ക് ലഭിക്കേണ്ടതാണ്. നാഗമാണിക്യം നാഗലോകത്തിന്റെ സ്വത്താണ്. ഈ നാഗരാജാവിന്റെ അഭിമാനം. ഞങ്ങളുടെ വംശത്തിന്റെ കുലദൈവമായ വാസുകിക്ക് ഈശ്വരന്മാർ അനുഗ്രഹിച്ചു നൽകിയ ഈ നാഗമാണിക്യത്തെ നീ സ്വന്തമാക്കുന്നോ? നാഗമാണിക്യം നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പോ ഇത് എന്റേതാണ്. വഴിമാറ്. എന്റെ മുന്നിൽ തടസ്സമായി നിന്നാൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും. എന്റെ ശക്തി എന്താണെന്ന് അറിയാമോടാ നിനക്ക്? എതിരാളിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ യുദ്ധക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മര്യാദയ്ക്ക് നാഗമാണിക്യം മറന്നിട്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്ക്. നിന്റെ സംസാരം അതിര് കിടക്കുന്നു. ഞാനൊരു ശാന്ത സ്വരൂപനാണ്. പക്ഷേ നാഗമാണിക്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് രുദ്രഭാവത്തിലേക്ക് മാറാനും മടിയില്ല. നിങ്ങൾ ആവശ്യമുള്ളപ്പോ രുദ്രഭാവം കൈക്കൊള്ളും. എന്നാൽ ഞാൻ രുദ്രനാടാ. എപ്പോഴും രുദ്രൻ തന്നെ ആയിരിക്കും.
നാഗമാണിക്യം തടാ. ഞാൻ തരില്ലടാ. തരാൻ. നാഗമാണിക്യം എന്റേതാണ്, തരാൻ. തരാൻ. നാഗമാണിക്യം എന്റേതാണ്, തന്നേക്ക്. തരില്ലടാ. നാഗമാണിക്യം ഇപ്പോൾ നിന്റെ അരികിലുണ്ട് രുദ്ര. ഭയപ്പെടരുത്, ഞാൻ നിനക്ക് ശക്തി തരാം. ഞാൻ നിനക്ക് ശക്തി തരാം. ഇതാ, വാങ്ങിക്കോളൂ, വാങ്ങിക്കൂ. ജയ് മഹാകാള. നാഗരാജാവേ, നാഗരാജാവേ, മഹാദേവന്റെ പൂജക്കിടയിൽ നിന്ന് ഇതെങ്ങോട്ടാ പോയത്? സാധാരണ പറയാതെ എങ്ങോട്ടും പോകുന്നതല്ലോ. മരുമകള് ഗർഭിണിയാ, 3 മാസമാകുന്നു. എല്ലാം ശിവകാരുണ്യം. അയ്യോ, ഞാൻ എന്തായി ചെയ്തത്? പ്രസാദം കഴിക്കാൻ പാടില്ലായിരുന്നു. അതിലെന്താ ഇത്ര തെറ്റ്? പരമശിവന്റെ പ്രസാദം നമ്മൾ കഴിക്കുമ്പോ ജന്മാന്തരങ്ങളായുള്ള പാപങ്ങൾ ഒക്കെയും തീരും. അതൊക്കെ സത്യമാ. പക്ഷെ 21 വർഷമായി ഞാൻ ഈ വ്രതം എടുത്തോണ്ടിരിക്കുക. എല്ലാ തിങ്കളാഴ്ചയും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. പക്ഷേ ഇന്ന് ഞാൻ എങ്ങനെ മറന്നെന്നറിയില്ല. ഒന്നും ആലോചിക്കാതെ തന്നെ പ്രസാദം ഞാൻ കഴിച്ചുപോയി. വ്രതം എങ്ങനെ നടപ്പാക്കണമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. മനുഷ്യരായ നമ്മുടെ കയ്യിൽ എന്തിരിക്കുന്നു? നമ്മളെല്ലാം പ്രതിമകൾ മാത്രം. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പേടിക്കുന്നത്. ഈശ്വര, എന്റെ മക്കൾ രണ്ടും തക്ഷകവനത്തിലേക്ക് പോയിരിക്കുക. മടങ്ങി എത്തിയിട്ടില്ല. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിൽ ഇവിടെ വ്രതം തെറ്റിക്കുകയും ചെയ്തു. ഇതെന്തോ
അനന്യ, 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 എഴുന്നേക്ക്. അനന്യ, 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 എന്ത് പറ്റി? അമ്മേ, അമ്മേ, നാഗമാണിക്യം. നാഗമാണിക്യം, നാഗമാണിക്യം എവിടെ പോയി? ഏതൊരു ദുഷ്ടൻ വന്ന് ആ നാഗമാണിക്യം മോഷ്ടിച്ചോണ്ട് പോയി. എന്നെ അവൻ ഉപദ്രവിച്ചു. ഞാൻ ഭയന്നതുപോലെ സംഭവിച്ചു. അമ്മേ, എനിക്കൊന്നുമില്ല അമ്മേ. പക്ഷെ അച്ഛൻ, നാഗരാജാവിന് എന്തു പറ്റി? ആ ദുഷ്ടൻ അദ്ദേഹത്തെ എന്ത് ചെയ്തു? അറിയില്ല. പക്ഷെ അച്ഛനെയും അവൻ ഉപദ്രവിച്ചു. എന്റെ ബോധം പോയമ്മേ. വന്നവൻ ശരിക്കും ദുഷ്ടനായിരുന്നു. കരുണയില്ലാത്തവനമ്മേ. നാഗമാണിക്യത്തിന് വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ചെല്ലമ്മേ, എന്നിട്ട് അച്ഛനെ രക്ഷിക്കൂ. രാജാവേ, രാജാവേ. ഹേയ് സർപ്പമേ, നീ എവിടെയാണ്? മര്യാദയ്ക്ക് പുറത്തു വാ. എന്നെ പറ്റിച്ചിട്ട് നീ ഒളിച്ചിരിക്കാമെന്ന് വിചാരിക്കണ്ട. നാഗമാണിക്യം എന്റെയാണ്. അത് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ രുദ്രനെ കബളിപ്പിച്ചു അല്ലേ? എന്ത് ചെയ്യണം? നിന്നെ പിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇന്നലെ പോകാന്ന് പറഞ്ഞതാ. അപ്പൊ എന്തോ പൂജ എന്ന് പറഞ്ഞു, അതും കഴിഞ്ഞു. ഈ രുദ്ര എന്താ ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നേരെ ഒരുപാട് ഇരുട്ടായി. എനിക്കിവിടെ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. വിഷ്ണു, എനിക്കെന്റെ ജീവൻ പോകുന്ന നല്ല പേടിയുണ്ട്. നീ എന്തെങ്കിലും ചെയ്യ്, നമുക്ക് ഇവിടുന്ന് പോവാം. അതെ വിഷ്ണു, രാജു പറയുന്നത് ശരിയാ. അവൻ ഒരുപാട് പേടിക്കുന്നുണ്ട്. ഇനിയും നമ്മളിവിടെ നിന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. നമുക്ക് പോവാം. അതുപോട്ടെ, രുദ്രൻ എവിടെ പോയി? എവിടെ പോയെന്നറിയില്ല. അവനെ കാത്തിരുന്ന എങ്ങനെ? ശരി, ഞാൻ പോയി രുദ്രനെ കൂട്ടിക്കൊണ്ടുവരാം. ഞാനും വരട്ടെ? വേണ്ട, ഇവൻ ഭയന്നിരിക്കുക. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ തന്നെ വരാം. ശരി. ഏയ്, ആരാത്? എന്താ പറ്റിയത് നിങ്ങൾക്ക്? തല മുറിഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളെ ആരെങ്കിലും തല്ലിയോ? രക്തം കുറെ പോയല്ലോ. നിൽക്ക്, ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, ഇനി പ്രയോജനമില്ല. എന്താ പറ്റിയത്? ആരാ നിങ്ങളെ തല്ലിയത്? അത് ഒരു ദുഷ്ടനാ.